തെലുങ്കു വാരിയേഴ്സുമായാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. കഴിഞ്ഞ സീസണിലെ റണ്ണറപ്പുമാരാണ് കേരള സ്ട്രൈക്കേഴ്സും തെലുങ്കു വാരിയേഴ്സും. അതിനാൽ തന്നെ കേരള ടീം അധിക തയ്യാറെടുപ്പുകളോടെയാണ് മത്സരത്തിനിറങ്ങുന്നത്. ഒരു സിനിമാ താരം എന്നുള്ളതിൽ മാറി അവരെല്ലാവരും തന്നെ ക്രിക്കറ്റ് കളിക്കാരായി മാറിയിരിക്കുന്നു, സ്വയം ചിന്തിക്കാൻ പ്രാപ്തരായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യപരമായിട്ട് ചിന്തിക്കുന്ന രീതിയിലേക്ക് അവർ വന്നിരിക്കുന്നു. കേരള സ്ട്രൈക്കേഴ്സ് ഇക്കുറി കപ്പ് നേടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയതായി ടീം മാനേജർ ഇടവേള ബാബു പറഞ്ഞു. ഒരു 7 നല്ല ബൗളേഴ്സ് ഉണ്ട്, അതേപോലെ 7 ഹിറ്റേഴ്സും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു പ്ലേയിങ് ലെവലിൽ അത് മോശമായിട്ട് വരില്ല. കേരളത്തിന്റെ രണ്ടാം മത്സരം ഫെബ്രുവരി 1 ദുബൈയിലാണ്. വീർ മറാഠിയാണ് എതിരാളികൾ. കേരളത്തിൽ ഇക്കുറി ഒരു മത്സരം മാത്രമാണുള്ളത്. ഫെബ്രുവരി 9 കൊച്ചിയിൽ നടക്കുന്ന മത്സരത്തിൽ കേരള സ്ട്രൈക്കേഴ്സ് ചെന്നൈ റൈനോയുമായി ഏറ്റുമുട്ടും. കൊച്ചിയിലെ മത്സരങ്ങൾക്കുള്ള ടിക്കറ്റുകൾ ഇക്കുറിയും ഫാൻസ് ക്ലബ്ബുകൾ വഴിയാണ് നൽകുന്നത്. മീഡിയ 1 കൊച്ചി.